ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ സമയം 6:30 ഇന്ന് 5:30 എണീച്ചിട്ടുണ്ട് പതിവില്ലാതെ. കാരണമൊന്നുമല്ല, പതിവില്ലാതെ ഓരോ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തടി കൂടിയിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് കണ്ടിട്ട് ഇന്നലെയാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷം വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പം ഏകദേശം തീരുമാനമായിട്ടുണ്ട്, നമ്മളെ പഴയ വെയിറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ വെയിറ്റ് കറക്റ്റ് ഒരു മിനിറ്റ്, ഇതൊന്ന് കയ്യിലപ്പുറത്ത് തേങ്ങ പോലെ ഓടിക്കൊക്കെ 63,900, അതായത് 64 കിലോ റൗണ്ട് തന്നെ പറയാം. അപ്പോൾ വെയിറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 2022 ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് 69 കിലോ ആയിരുന്നു, ഇതാ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ചും കൂടി ഇതേപോലെ പോവുകയാണെങ്കിൽ 69 കിലോ. അപ്പോൾ സീരിയസ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ അറിയോ, ഇതെന്തായാലും ഒരു 55 kg എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് സീരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ഇനി അങ്ങോട്ടേക്ക് ഡെയിലി എൻ്റെ ഫുഡ് റുട്ടീന് കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എൻ്റെ കൂടെ ഈ സൈഡിൽ നിൽക്കുന്ന ആളും കൂടി ഉണ്ട് കേട്ടോ. റിജുവേട്ടനും അത്യാവശ്യം നല്ല രീതിയിൽ തടി കൂടിയിട്ടുണ്ട്. റിജുവേട്ടൻ 82 കിലോന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ ഒരു വെയിറ്റിൽ, അതായത് 70 കിലോയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പം വെയിറ്റ് എന്ന് പറയുന്നത് 80.4 8.5 കിലോ ആണല്ലേ. ഗുണ്ടുമണി ആയിട്ടുണ്ട്. ഞാൻ തീറ്റിച്ചല്ല, എൻ്റെ സ്നേഹം കാണിച്ച് ഉണ്ടപ്പക്രു ചിലപ്പോൾ കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് അൺഹെൽത്തി ആയി മാറും. പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതായാലും വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ മുന്നേ എന്താണ് കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ലാബ് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ദൂരം ഒന്നും ഓടേണ്ട ആവശ്യമില്ല, അങ്ങാടി തന്നെ ഉണ്ട് ലാബ്. ഇത് എന്തിനൊക്കെ ചെക്കിങ്ങാ? ഇന്നലെ എടുത്തതാ ചോര. അപ്പോൾ ലാബിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് കിട്ടിയാൽ മതി. അപ്പോൾ 60 ദിവസം കൊണ്ടാണ് നമ്മൾ 64-ന്ന് 54-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്, അതായത് 2 മാസം. പക്ഷേ അതിൻ്റെ ഇടയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പോൾ ട്രിപ്പ് ഒരു 10 ദിവസത്തേക്കാണ്. ആ 10 ദിവസം എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള ഫുഡ് എന്തായാലും കഴിക്കണം. കാരണം നമ്മൾ പോകുന്നത് എന്താ പറയുക, അവിടുത്തെ ഫുഡും കൾച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു 10 ദിവസം എന്തായാലും ഞാൻ കൺട്രോളിൽ ആയിരിക്കും.